അന്റോണിയോ ലോപ്പസ് സബാസ് ഫിനിഷ്ഡ്. പുള്ളിയുടെ കാലം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞവരും വിശ്വസിച്ചവരും മാറിയിരുന്ന കരഞ്ഞോളൂ. ഇന്നലെ AFC ചാമ്പ്യൻസ് ലീഗ് 2 ക്വാളിഫയറിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കുവൈത്തി വമ്പന്മാരായ അൽ അറാബിയെ ഈസ്റ്റ് ബംഗാൾ നിർത്തി കത്തിക്കുകയായിരുന്നു. അതും പ്രതിസന്ധികളുടെ നടുവിൽ. മിക്ക താരങ്ങൾക്കും പരുക്ക്. ആകെ 2 വിദേശ താരങ്ങളെ മാത്രം കളത്തിലിറക്കി. ഹവാസിന്റെ കുട്ടികൾ കുവൈറ്റിലെ വമ്പന്മാരെ 1-4 ഗോളുകൾക്ക് തച്ച് തകർത്തു എന്ന് പറയുമ്പോൾ അതെങ്ങനെ തകർത്തു എന്നുള്ള രീതിയാണ് ഏറെ പറയുന്നത്. മിക്ക താരങ്ങൾക്കും പരുക്കായിരുന്നു. ഇന്നലെ കുവൈറ്റി ടീമിന് 5ഓളം വിദേശ താരങ്ങളുണ്ടായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ മുതൽ നമ്മളെല്ലാവരും കരുതി ഈസ്റ്റ് ബംഗാളിന് വളരെ വലിയ പ്രശ്നങ്ങളുണ്ട്, ഈ കുവൈത്തി വമ്പന്മാർ ഈസ്റ്റ് ബംഗാളിനെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന്. പക്ഷേ ആ ഓയിൽ ക്ലബിനെ ഈസ്റ്റ് ബംഗാൾ പച്ചയ്ക്ക് നിർത്തി കത്തിച്ചു. ആദ്യം ലീഡ് എടുത്തത് കുവൈറ്റി ക്ലബ്ബ് തന്നെയായിരുന്നു. പക്ഷേ മത്സരം ഇഞ്ചുറി ടൈമിലോട്ട് അടുക്കുന്ന മൊമെന്റിൽ ജയഗുപ്തയിലൂടെ ഒരു ഹെഡറിൽ അവർ സമനില നേടുന്നു. അവസാന നിമിഷത്തേക്ക് വീണ് കിട്ടിയ ആയുസിനെ അധിക സമയത്ത് നിർത്തി അങ്ങോട്ട് കത്തിക്കുന്ന പരിപാടിയാണ് ഈസ്റ്റ് ബംഗാൾ ചെയ്തത്. പിന്നീട് അറാബിയെ നിലത്ത് നിർത്താൻ അനുവദിക്കാത്ത വിധം ഈസ്റ്റ് ബംഗാളിൻ്റെ ആക്രമണം തിരമാല പോലെ ഉതിർന്നു. അവരുടെ വിദേശ താരമായിട്ടുള്ള റാഷിദിൻ്റെ ഇരട്ട ഗോളുകളും കളിയുടെ അവസാന നിമിഷത്തിൽ പിറന്ന രോഹിത് ധനുവിൻ്റെ ഗോളും കൂടിയാകുമ്പോൾ ആദ്യ പകുതിയിൽ ഗോൾ രഹിത സമനില. രണ്ടാമത്തെ പകുതിയിൽ കുവൈറ്റി ക്ലബ്ബ് ഒരു ഗോൾ നേടി. രണ്ടാമത്തെ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ജയഗുപ്തയുടെ ഒരു ഹെഡർ. അതുവരെ 1-0 ലീഡ് ചെയ്യുന്ന ക്ലബ്ബ് സമനിലയിലേക്ക് തള്ളപ്പെടുന്നു. പിന്നെ കണ്ടത് ഈസ്റ്റ് ബംഗാളിൻ്റെ അഴിഞ്ഞാട്ടം. ഈ ഫൈറ്റിംഗ് സ്പിരിറ്റുമായിട്ട് ഈസ്റ്റ് ബംഗാൾ താരങ്ങൾക്കെല്ലാം പരിക്ക് മാറി ബാക്കി വിദേശ താരങ്ങളുമായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ അവിടെ കിരീടം കാത്തിരിക്കുന്ന എല്ലാ എണ്ണത്തിലോടും ഈസ്റ്റ് ബംഗാൾ നടത്തുന്ന പ്രഖ്യാപനം ഇതാണ്: കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ നേടിയ കിരീടം ഒരുത്തൻ്റെയും കയ്യിലേക്ക് വെച്ച് നൽകാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഈസ്റ്റ് ബംഗാളിൻ്റെ റൂള് ഇന്ത്യൻ ഫുട്ബോൾ വീണ്ടും കാണാൻ പോവുകയാണ്.